വേറെ സീരിയലിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ഡിവൈഎസ്പിയുടെ ഓഫീസിൽ അതായത് സസ്പെൻഷൻ ആയി നിൽക്കുന്ന ഡിവൈഎസ്പിയെ കാണാനായിട്ട് ശാരിക വരുന്നതാണ്. അപ്പോൾ ശാരിക വന്നിട്ട് ഭയങ്കര ഡയലോഗ് അടിക്കുകയാണ്. അതായത് ഇപ്പോൾ എങ്ങനെയുണ്ട്, എൻ്റെ അടുത്ത് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും, ഇപ്പോൾ ഉള്ള തൊപ്പി കൂടിയും പോയില്ലേ, സമാധാനം ആയില്ലേ എന്നൊക്കെയുള്ള രീതിയിൽ ചോദിക്കുമ്പോഴേക്കും എനിക്ക് ഇതൊന്നും ഒരു പുത്തരി വിഷയമൊന്നുമല്ല. ഇതിനു മുമ്പ് ഞാൻ സസ്പെൻഷൻ ആയിട്ടുണ്ട്. അതായത് ഇതിനു മുമ്പും സത്യസന്ധമായിട്ട് ഞാൻ എന്നൊക്കെ നിലനിന്നിട്ടുണ്ടോ അപ്പോഴേക്കും എനിക്ക് സസ്പെൻഷൻ ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് ഇതെനിക്കൊരു പുതിയ വിഷയമൊന്നുമല്ല, നീ അതോർത്ത് ഒരുപാട് അഹങ്കരിക്കേണ്ട എന്ന് പറയുകയാണ് തിരിച്ച്. സസ്പെൻഷനേ ഉള്ളൂ, ഇനി എൻ്റെ നേർക്കോ എനിക്കെതിരെയോ നിൽക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ഡിവൈഎസ്പിയും പറയുകയാണ്. അതായത് നമ്മൾ ഒരുമിച്ചും പല ക്രൂരതകളും ക്രിമിനൽ പ്രവർത്തികളൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇതൊക്കെ നീ ഓർക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് ചെയ്തതൊക്കെ നിങ്ങളും പങ്കാളി ആയതുകൊണ്ട് തന്നെ താൻ അതുകൊണ്ട് നിയമത്തിന് മുന്നിൽ പോകില്ലെന്ന് എനിക്കറിയാം. പിന്നെ അതൊക്കെ താൻ തന്നെ തൻ്റെ മനസ്സിൽ കുഴിച്ചു മൂടുന്നത് തന്നെയാണ് നല്ലത്. ഇനി എനിക്കൊരു വിലങ്ങുതടിയായി വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കുന്നത്, താൻ ജീവനോടെ ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തിയിട്ട് പോവുകയാണ് ശാരിക. ശേഷം ജയേട്ടൻ ഗീതയെടുത്തിയോട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ ഡിവൈഎസ്പി ഡൊമിനിക് സാറിനെ സസ്പെൻഡ് ചെയ്യുമെന്നുള്ള വിവരം അറിയിക്കുമ്പോൾ അപ്പോൾ ശാരിക അവളുടെ പ്രതികാര നടപടി ആരംഭിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇനി അടുത്ത പ്രതികാരം ചെയ്യുന്നത് ശാരിക മിക്കവാറും നമ്മുടെ രാഖിയോടും നമ്മളോടും ഒക്കെ ആയിരിക്കും. അതായത് നമ്മൾ അവൾക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതും ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ അവൾക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ നമ്മൾക്കെതിരെയും ഇനിയെല്ലാം പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തൽക്കാലം നമ്മൾക്ക് നമ്മുടെ നിലനിൽപ്പ് നമുക്ക് നോക്കേണ്ടതല്ലേ, തൽക്കാലം നമുക്ക് രാഖിയെ കുറച്ച് ദിവസത്തേക്ക് ആര്യയുടെ വീട്ടിലേക്ക് മാറ്റിയാലോ എന്നൊക്കെ പറയുമ്പോഴേക്കും ജയേട്ടൻ പറയുന്നത്, നിനക്ക് ഇത്ര മനസാക്ഷി ഇല്ലാതെ സംസാരിക്കാൻ എങ്ങനെ കഴിയുന്നു, നമ്മളുടെ ബലം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ രാഖി ഇങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ച് പോകുന്നത്, നമ്മളും കൂടി ഇല്ലെങ്കിൽ ആകെ അവൾ തളർന്നു പോകും, അതുകൊണ്ട് ഇങ്ങനെ നീ മേലാൽ സംസാരിക്കരുതെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഒരു ടെൻഷനും കൊണ്ട് പറഞ്ഞു പോയതാണ്, അത് മറന്നു കളയി, ഞാൻ ഇങ്ങനെ ഒരു കാര്യം സംസാരിച്ചിട്ടേ ഇല്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ തന്നെ അങ്ങോട്ട് രാഖിയും മാലതിയും വരുന്നു. അവരെങ്ങോട്ടോ പുറത്ത് പോകാൻ പോകുന്നത് കാണുമ്പോൾ എങ്ങോട്ടാണെന്ന് ചോദിക്കുമ്പോൾ ഡിവൈഎസ്പി നേരിട്ട് കാണാൻ പോവുകയാണെന്ന് പറയുമ്പോൾ ഡിവൈഎസ്പിയുടെ ഓഫീസിൽ പോവുകയാണെന്നൊക്കെ പറയുകയാണ് ഇനി അതിൻ്റെ ആവശ്യമില്ല, സസ്പെൻഷനിലാണെന്നുള്ള വിവരം അറിയിക്കുകയാണ്. ആകെയുള്ള പിടിവലിയും നഷ്ടമായല്ലോ എന്നോർത്ത് വിഷമിച്ച് നിൽക്കുകയാണ് അവർ. അതിനുശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസം അവർ ഡിവൈഎസ്പി നേരിട്ട് പോയി കാണുന്നതാണ്. വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ രാഖിയോട് പറയുകയാണ്, രാജീവനെ കണ്ടുപിടിക്കാനുള്ള എല്ലാ കാര്യങ്ങൾക്കും പിന്നിൽ ഞാനും ഉണ്ടാകും, എൻ്റെ എല്ലാവിധ സഹകരണവും ഹെൽപ്പും എല്ലാം നിങ്ങൾക്കുണ്ടാകും, അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും, വളരെയധികം നമ്മൾ ശക്തരായിട്ട് മുന്നോട്ട് പോകേണ്ട സമയമാണിത്, എന്നെ സസ്പെൻഡ് ചെയ്യാൻ മാത്രമേ ശാരിക്ക് കഴിയുള്ളൂ, എനിക്ക് വേണമെങ്കിൽ എൻ്റെ സസ്പെൻഷൻ പിൻവലിക്കാനുള്ള സ്വാധീനമൊക്കെ എനിക്ക് ഇപ്പോഴുമുണ്ട്, പക്ഷേ അത് വേണ്ടാന്ന് വെക്കുന്നത് എനിക്കിപ്പോൾ ഈ യൂണിഫോം ഇല്ലാതെ നിന്ന് രാജീവനെ അന്വേഷിക്കുന്നതും കണ്ടെത്തുന്നതിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. തൽക്കാലം ഞാൻ സസ്പെൻഷനിലായിരുന്നിട്ട് ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് കൂടുതൽ നല്ലത്. അതുകൊണ്ട് തന്നെ ഒന്നും കൊണ്ട് പേടിക്കേണ്ട. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാരികയെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുക രാഖി. അങ്ങനെ നമുക്ക് പല കാര്യങ്ങളും അവളിൽ നിന്ന് തന്നെ അറിയാൻ പറ്റും. എല്ലാത്തിനും ഞാൻ കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് സപ്പോർട്ടായിട്ട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ശേഷം ശാരികയാണ് കാണിക്കുന്നത്. ശാരിക അങ്ങനെ ചാരി ഇരുന്ന് ആലോചിക്കുകയാണ്. അതായത് ഡിവൈഎസ്പി തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ ആ കാര്യങ്ങളൊക്കെ, എന്നിട്ട് ചിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ദുർഗാബായും അവിടെ എത്തുന്നു. ചായ കൊടുക്കുന്നതിനിടയിൽ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുകയാണ്, ഞാൻ ആലോചിക്കുകയായിരുന്നു, എന്നെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ ആളുടെ ഇപ്പോഴത്തെ സ്ഥിതി, എൻ്റെ പവർ എന്താണെന്ന് ഇപ്പോൾ അവന് മനസ്സിലായിട്ടുണ്ടാവും, ഇനി അയാൾ നമുക്കെതിരെ ഒന്നിനും വരില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അയാളെ വേണമെങ്കിൽ ഇല്ലാതാക്കാൻ തന്നെ ഇവിടെ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അയാളെ വീൽ ചെയറിൽ ഇരുത്താം, എന്ത് വേണമെങ്കിലും ചെയ്യാം, നീ ഒന്ന് പറഞ്ഞാൽ മതി ബേട്ടി എന്നൊക്കെ പറയുമ്പോഴേക്കും ഇപ്പോൾ തൽക്കാലം ഒന്നും വേണ്ട, ഇനി നമുക്കെതിരെ അയാൾ വരുമെന്ന് നമുക്ക് നോക്കാം, അങ്ങനെയുണ്ടെങ്കിൽ മാത്രം അയാളെ ഫിനിഷ് ചെയ്യാമെന്ന് തന്നെ പറയുകയാണ്. ശാരിക പറയുന്നത്, ഇനി അടുത്തത് രാജീവേട്ടൻ നീ എങ്ങനെ എന്ത് തീരുമാനമെടുക്കും, രാജീവേട്ടൻ്റെ കാര്യമാണ് ഇനി എനിക്കുള്ളത് എന്ന് പറയുമ്പോൾ ദുർഗാബായി പറയുകയാണ്, അത് മാത്രമല്ല ഇതിൻ്റെയൊക്കെ പുറകെ പോകുമ്പോൾ നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളൊന്നും വിട്ടുപോകരുതെന്ന് പറയുമ്പോൾ അതെല്ലാം ഞാനിത് കഴിയുമ്പോൾ അതിലൊക്കെ സജീവമാവും, എൻ്റെ പ്ലാനിങ് പ്രകാരം രാജീവേട്ടൻ്റെ കാര്യത്തിൽ തീരുമാനമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സെല്ലാം ഞാൻ ഇവിടെ നിന്നെല്ലാം വിറ്റിട്ട് മുംബൈയിൽ പോയി സെറ്റിൽ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നതെന്ന് പറയുമ്പോൾ ദുർഗാബായി പറയണം, അതിന് നീ എന്തിനിങ്ങനെ താമസിക്കുന്ന ഒരാവശ്യമില്ല, ഇപ്പോൾ തന്നെ നമുക്കതെല്ലാം ചെയ്യാം, ഞാൻ അവിടെ നിന്നെ അവിടുത്തെ റാണിയാക്കും എന്നൊക്കെ പറയുകയാണ്. ദുർഗാബായി ചോദിക്കുകയാണ്, നിനക്കിപ്പോൾ രാജീവിനോട് ശരിക്കും ഭർത്താവിനോടുള്ള ഒരു സ്നേഹമുണ്ടോ എന്നൊക്കെ. സ്നേഹമൊന്നുമില്ല, എനിക്കിപ്പോൾ അയാളോട് പക മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് രാഖിയും ആരതിയുമാണ്. രാഖി വിഷമിച്ചിരിക്കുമ്പോൾ ആരതി അങ്ങോട്ട് വരുന്നു. അപ്പോൾ എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ ഒരു അവസ്ഥ ഞാൻ ഓർത്തു പോവുകയായിരുന്നു, എല്ലാത്തിനും കാരണം ഞാൻ തന്നെയാണ്, ഞാൻ എൻ്റെ ഒരു മെഡിക്കൽ റിപ്പോർട്ട് കണ്ടിട്ട് ഞാൻ മരിച്ചു പോകുമെന്ന് പേടിച്ച് ഞാൻ കാട്ടിക്കൂട്ടിയ ഈ മണ്ടത്തരങ്ങൾ കാരണമാണല്ലോ എനിക്ക് എൻ്റെ രാജീവേട്ടൻ നഷ്ടമായതെന്നൊക്കെ പറയുമ്പോൾ നീ അതോർത്ത് നീ വിഷമിക്കാൻ നിൽക്കാതെ എങ്ങനെ നമുക്കതെല്ലാം തിരിച്ചു പിടിക്കാമെന്ന് നോക്ക്, എങ്ങനെ പിടിക്കും എന്നൊക്കെ പറയുമ്പോഴേക്കും ആരതിയും പറയുകയാണ്, ഡിവൈഎസ്പി നമുക്ക് എല്ലാ സപ്പോർട്ടും തരാമെന്ന് പറഞ്ഞില്ലേ, അയാൾക്ക് സസ്പെൻഷനിലാണെങ്കിൽ പോലും നമ്മളിലൂടെ നിൽക്കാൻ ഇത്ര
ധൈര്യവും സപ്പോർട്ടും കാണിക്കുമ്പോൾ നമ്മൾ ഇനി പിന്തിരിഞ്ഞിരിക്കേണ്ട സമയമല്ല എന്ന് മനസ്സിലാക്കുകയാണ്. ശേഷം ആ റൂമിൽ അകപ്പെട്ടിരിക്കുന്ന രാജീവനെയാണ് കാണിക്കുന്നത്. അങ്ങോട്ടേക്ക് ദുർഗാബായി വരുന്നുണ്ട്. ദുർഗാബായി പറയുകയാണ്, നിനക്ക് ഇങ്ങനെ ഒരു ജയിൽവാസമൊന്നും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ ശാരിക ബേട്ടി തരണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല. നിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അതായത് താൻ ശാരികയെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കാഞ്ഞിട്ടാണ് അന്ന് രാത്രിയിൽ അവളെ കൊല്ലാൻ വേണ്ടി വന്നത്. അവളുടെ പവർ എന്താണെന്ന് നിനക്ക് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പറയുകയാണ്, എന്തായാലും നിൻ്റെ രാഖിയുടെ അവസ്ഥ നിനക്കിപ്പോൾ അറിയോ. അവൾ എന്തോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ DYSPയും കൂടി ഇളക്കിയിട്ട് അവളെ, അതായത് ശാരികയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി DYSP ചെന്ന് അറസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ അയാൾക്ക് സസ്പെൻഷനിലാണ് എന്നൊക്കെയുള്ള വിവരം രാജീവിനെ അറിയിക്കുകയാണ്. ഒക്കെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ച രാഖിക്കുള്ള പണി കൊടുക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോഴേക്കും രാജീവന് വളരെയധികം ദേഷ്യം വന്നിട്ട് കയ്യിൽ നിന്ന് കുപ്പിയെടുത്ത് എറിയുകയാണ്. നിന്റെ ദേഷ്യം കൈ തന്നെ വെച്ചുള്ള പണി വരുന്നതേ ഉള്ളൂ എന്ന് പറയുകയാണ്. ഡൊമിനിക് സാർ പോയിട്ട് SP കാണുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ SP പറയുന്നുണ്ട്, തൻ്റെ സസ്പെൻഷൻ പിൻവലിക്കണമെങ്കിൽ ശാരിക വിചാരിക്കണം, ശാരികയോട് കോംപ്രമൈസ് ആവാൻ നോക്കുന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മിസ്സിങ്ങിന് പിറകിൽ ശാരിക തന്നെയാണ്. ശാരിക വളരെ വലിയൊരു ക്രിമിനലാണ്. അവരെ ഫാമിലിയെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് രാജീവനെ. അതുകൊണ്ട് തന്നെ രാജീവനെ കണ്ടുപിടിക്കാൻ ഫോഴ്സിനെ വിട്ടയക്കണം പറയുകയാണ് DYSP. അതിനുശേഷം വീണ്ടും രാഖിയും അരതിയും കാണാനായിട്ട് DYSP ചെല്ലുന്നുണ്ട്. എൻ്റെ വിഷമങ്ങളൊക്കെ പറയുമ്പോൾ വിഷമിച്ച് തളർന്നിരിക്കേണ്ട സമയമല്ല, സമയത്തിന് വിലയുള്ള ടൈമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ശക്തരായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക തന്നെ വേണമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് DYSP.